എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിപ്പോൾ നിൽക്കുന്നത് ചിദംബരത്താണ്. ചിദംബരത്ത് നിന്ന് നമ്മൾ തിരുച്ചിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ചിദംബരത്ത് നിന്ന് തിരുച്ചി വരെയുള്ള യാത്രയുടെ കാഴ്ചകളാണിത്. നമ്മളിപ്പോൾ ചിദംബരത്ത് ടൗണിൽ കൂടെ പോവുകയാണ്. രാവിലെ ആയതുകൊണ്ട് തിരക്കൊന്നുമില്ല, സ്കൂൾ ബസ്സുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ. ചിദംബരത്ത് നിന്ന് തിരുച്ചിയിലേക്ക് പോകുന്ന റൂട്ടാണ്. ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ ചെല്ലുമ്പോൾ ഒരു എക്സ്പ്രസ് ഹൈവേ ഉണ്ട്. ആ എക്സ്പ്രസ് ഹൈവേയുടെ സൈഡ് റോഡിൽ കൂടെ ഇങ്ങനെ കയറി പോയിട്ട് ഒക്കെയാണ് പോകുന്നത്. പണ്ട് വളരെ മോശം റോഡായിരുന്നു, ഇപ്പം നല്ല അടിപൊളി റോഡൊക്കെ ആയിട്ടുണ്ട് മിക്കവാറുള്ള സ്ഥലത്ത്. ഇവിടുന്ന് 2 മണിക്കൂർ 9 മിനിറ്റാണ് മാപ്പിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയം. ഇപ്പോൾ നമ്മൾ ചിദംബരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാഴ്ചകൾ നിങ്ങളുടെ അടുത്തേക്ക് ഷെയർ ചെയ്യാം. ഈ റോഡ് ജേർണിയുടെ, ചിദംബരത്ത് നിന്ന് തിരുച്ചിയിലേക്കുള്ള റോഡ് ജേർണിയുടെ കാഴ്ചകൾ എല്ലാവർക്കും. സോ ഇവിടെ നിന്നാണ് റൈറ്റിലോട്ട് അമ്പലത്തിന് അങ്ങോട്ട് പോകുന്ന റോഡ്. ചിദംബരം അമ്പലത്തിലോട്ട് പോകുന്ന റോഡ് ഇതാ ഇങ്ങോട്ടാണ്. വണ്ടിയൊക്കെ കൊണ്ട് ആളുകൾ പോകുന്നവരൊന്നും നോക്കുന്ന പോലും ഇല്ല കേട്ടോ, നേരെ അങ്ങ് പോവാണ്. റോഡ് സൈഡിലൊക്കെ നമ്മൾ നിറയെ ചെറിയ ചെറിയ അമ്പലങ്ങളൊക്കെ കാണാം. ഇപ്പം ചിദംബരത്ത് തന്നെയാണ് ഇത്. ചെറിയ അമ്പലങ്ങളൊക്കെ ഇവിടെ കാണാം. നേരെ ഒരു പഴയ അമ്പലം കേട്ടോ, അതിന് മുകളിൽ ആലൊക്കെ കയറി പോയിട്ടുണ്ട്. പശുക്കൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ റോഡിൽ കൂടെ. അങ്ങനെ നടക്കുകയാണ് പശു. ഒരാൾ ഇങ്ങനെ നോക്കാതെ ഇങ്ങോട്ട് നോക്കുന്ന പോലുമില്ല, അങ്ങ് നടക്കുകയാണ് പശു. ഇവിടെ ഉണ്ട് ഇഷ്ടം പോലെ പശുക്കള്. നോക്കാം. പശു ഹോൺ അടിച്ചാൽ പോലും മാറത്തില്ല കേട്ടോ റോഡിൽ നിന്ന്. അങ്ങനെ അങ്ങ് നിൽക്കുക അവിടെ. ഒരു 2 കിലോമീറ്റർ ഫ്രണ്ടിൽ വന്നപ്പോഴേതാണ് നമ്മുടെ നാഗപട്ടണത്തേക്ക് പോകുന്ന എക്സ്പ്രസ് ഹൈവേയുടെ അവിടെ എത്തി. ഈ എക്സ്പ്രസ് ഹൈവേയുടെ അവിടെ നമ്മൾ ലെഫ്റ്റ് കയറി പോകണം. തിരിഞ്ഞു പോകണം. ലെഫ്റ്റ് സൈഡിൽ കൂടെ പോകണമെന്നാണ് പറയുന്നത്. കാരണം നമ്മൾ എക്സ്പ്രസ് ഹൈവേ കയറണ്ട. ഈ ലെഫ്റ്റിലേക്ക് പോകുന്ന നാഗപട്ടണത്തേക്കാണ്. നമ്മൾ ഈ എക്സ്പ്രസ് ഹൈവേ കൂടെയാണ്, എക്സ്പ്രസ് ഹൈവേ കൂടെ അല്ല, എക്സ്പ്രസ് ഹൈവേയുടെ സൈഡിൽ കൂടെയാണ് പോകുന്നത്. ഇത് ഈ കടലൂരിൽ നിന്ന് ഇങ്ങനെ വരുന്ന ഹൈവേ ആണ്. ഇവിടെ നേരെ കടലൂര് ആ സൈഡിൽ നിന്ന് വന്നിട്ട് നമ്മളെ പോണ്ടിച്ചേരി പോയപ്പോൾ ഈ ഹൈവേ കൂടെ ആയിരുന്നു വന്നിരുന്നത്. അപ്പൊ ഈ ഹൈവേയുടെ സൈഡ് റോഡിൽ കൂടെ നമ്മൾ റോഡ്, സൈഡ് റോഡ്. ഈ സൈഡ് നമ്മൾ എക്സ്പ്രസ് ഹൈവേ കയറാതെ സൈഡിൽ കൂടെയാണ് പോകേണ്ടത്. ഇവിടുന്ന് ഒരു 300 മീറ്റർ പോയിട്ട് വലത്തോട്ട് കയറി പോകണം. സൈഡിലോട്ട്, വലത്ത് സൈഡിലോട്ട് കയറി പോകും. എക്സ്പ്രസ് ഹൈവേ അതാ നേരെ പോവാണ്. നമ്മൾ റൈറ്റിലേക്ക് തിരിഞ്ഞു പോവാണ്. നാഗപട്ടണം ഹൈവേ ആണ് കാണുന്നത്. നമ്മൾ ഇവിടുന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞു പോകുന്നു. ഇത് നല്ല റോഡാണ്, എക്സ്പ്രസ് ഹൈവേ അല്ലെങ്കിൽ ഇത് നാഷണൽ ഹൈവേ 81 ആണ് കേട്ടോ. നാഷണൽ ഹൈവേ 81 ആണ്. ഇതിലൂടെ നമുക്കൊരു 31 കിലോമീറ്റർ നമുക്ക് ഈ റോഡിൽ കൂടെയാണ് പോകേണ്ടത്. ഈ റൂട്ടിലാണ് പോകുന്ന വഴിക്കാണ് നമ്മുടെ ഗംഗൈക്കൊണ്ട ചോളപുരം ഒക്കെ ഉള്ളത്. ഈ റൂട്ടിലാണുള്ളത്. പക്ഷേ ഇത് സ്ട്രൈറ്റ് റോഡാണ്. എക്സ്പ്രസ് ഹൈവേ നല്ല സ്ട്രൈറ്റ് റോഡാണ്. നല്ല രസമുണ്ട്. ഒറ്റ വരി ഇങ്ങനെ വരച്ച പോലെയുണ്ട് കാണാൻ. സൈഡിലൊക്കെ നിറയെ പട്ടികളൊക്കെ നിൽക്കുന്നു റോഡ് സൈഡിൽ. നമുക്ക് ഈ റോഡിൻ്റെ 2 സൈഡിലും നല്ല നെൽപ്പാടങ്ങൾ കാണാം, വയലുകളൊക്കെ കാണാം. ഫ്രണ്ടിൽ നിന്നൊരു തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ഒരു ബസ് വരുന്നുണ്ട്. ചിദംബരത്തേക്ക് പോകുന്ന ബസ്സാണെന്ന് തോന്നുന്നു. ചിദംബരം ഒരു ബസ് പോകുന്നുണ്ട്, എക്സ്പ്രസ് ബസ്. തിരിച്ചും ചിദംബരത്ത് വരാൻ വേണ്ടി ഏറ്റവും നല്ല റോഡാണ്. എനിക്കൊന്ന് സിമെന്റിലുള്ള റോഡാണെന്ന് തോന്നുന്നു കേട്ടോ. റോഡ് കണ്ടിട്ട് സിമെന്റ് ആണെന്ന് തോന്നുന്നു. ടോൾ റോഡാണ്. കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. ഈ റോഡിൽ കൂടെ വണ്ടി ഓടിക്കാൻ ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു മഴയുടെ ഒക്കെ അന്തരീക്ഷമുള്ള സമയത്ത് നല്ല ഭംഗിയാണ് കാണാൻ ഇവിടെ ഈ റൂട്ട്. ഇതിലൂടെ പോകുമ്പോഴേ ഇവിടെ ഒരു ബോർഡ് കണ്ടത്, കുംഭകോണം 40, തിരുച്ചി 121, ചെന്നൈ 251 എന്നുണ്ട്. ഇതിലേക്കൂടെ ഇങ്ങനെ പോയിട്ട് ചെന്നൈക്ക് പോകുന്ന റൂട്ടായിരിക്കും. 251 എന്നുണ്ട് ബോർഡുണ്ട്. ഇനി ഒരു 10 കിലോമീറ്റർ ഉണ്ട് ഗംഗൈക്കൊണ്ട ചോളപുരം. മറ്റേ ഒരു വലിയൊരു ടെമ്പിളും ഇതൊക്കെയാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് ഗംഗൈക്കൊണ്ട ചോളപുരം. നമ്മൾ പോകുന്ന വഴിക്കാണത്. ഈ റൂട്ടിൽ തന്നെയാണ്. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ, ഗംഗൈക്കൊണ്ട ചോളപുരം. ഇവിടുത്തെ ടെമ്പിളിന്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഗംഗൈക്കൊണ്ട ചോളപുരം 9 കിലോമീറ്റർ, തഞ്ചാവൂർ 91, തിരുച്ചിറപ്പള്ളി 121 കിലോമീറ്റർ. അങ്ങനെ നമ്മളിപ്പോൾ നാഷണൽ ഹൈവേ 45C ചെന്ന് കയറാൻ പോവാണ്. സ്ട്രൈറ്റ് ആയിട്ട് വന്നിട്ട് നാഷണൽ ഹൈവേ 45C എത്താൻ പോവുകയാണ്. ഇത് എക്സ്പ്രസ് ഹൈവേ ആണെന്നാണ് തോന്നുന്നത് കേട്ടോ. ഇവിടെ റോഡിൽ വന്ന് കയറുന്നുണ്ട്. അതിൻ്റെ സൈഡ് റോഡിൽ കൂടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 8 കിലോമീറ്റർ എന്തോ ഉണ്ട് ഗംഗൈക്കൊണ്ട ചോളപുരത്തേക്ക് എന്നാണ് തോന്നുന്നത്. ഈ റോഡിൻ്റെ സൈഡിലാണ് ഇരിക്കുന്നത്. ഇടവേളി വെസ്റ്റ് എന്ന് അങ്ങനെ എന്തോ ആണ് തോന്നിയത് സ്ഥലത്തിൻ്റെ പേര്. എൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പ്രൊനൗൺസിയേഷൻ എനിക്ക് അറിയത്തില്ല. ഇങ്ങനെയാണ് പറഞ്ഞത്. അതാണ്ട് ഇവിടെ നാഷണൽ ഹൈവേ 36 വന്ന് കയറിയിട്ടുണ്ട്. അതാണ്ടോ എക്സ്പ്രസ് ഹൈവേയിൽ
81 ആണിത് കേട്ടോ. നാഷണൽ ഹൈവേ 81 കൂടെ 2 കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്യും. ഇവിടെ നമ്മളിനി എന്താ കൊല്ലാപുരത്ത് നിന്ന് നമ്മൾ ലെഫ്റ്റ് കയറി പോവാണ്. ലെഫ്റ്റ് സൈഡിൽ കൂടെ ബൈ റോഡിൽ ഇറങ്ങിയിട്ട് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് പോകും. നമ്മൾ അടുത്ത് കയറാൻ പോകുന്ന ഇന്റർനാഷണൽ ഹൈവേ ആണ് പറയുന്നത്. ഇന്റർനാഷണൽ ഹൈവേയില് നാഷണൽ ഹൈവേ 81 നമ്മൾ തിരിയുമെന്നാണ് പറയുന്നത്. 350 മീറ്റർ കഴിഞ്ഞ് ഇന്റർനാഷണൽ ഹൈവേയിലെ നാഷണൽ ഹൈവേ അതിൽ ആ റൂട്ടിലാണ് നമ്മൾ ഈ പറയുന്ന ഗംഗൈകൊണ്ട ചോളപുരം ഇരിക്കുന്നത്. നമ്മൾ 2-3 ഹൈവേകൾ കട്ട് ചെയ്തൊക്കെ കയറി വന്നു കേട്ടോ. ഇവിടുന്ന് റൈറ്റ് തിരിയാൻ പോകും. നാഷണൽ ഹൈവേ 81 തിരിയാണ്. ഈ ഹൈവേ നേരെ പോകുന്നത് കുംഭകോണത്തേക്ക് പോകുന്ന റൂട്ടാണ്. നേരെ പോകുന്ന കുംഭകോണത്തേക്കാണ്. നമ്മള് ഇവിടെ നിന്ന് തിരിഞ്ഞു വീണ്ടും എക്സ്പ്രസ് ഹൈവേ താഴെ ഇറങ്ങിയിട്ട് നാഷണൽ ഹൈവേയുടെ സാധാരണ റോഡ് ടാർ റോഡാണ്. നേരത്തെ സിമെന്റ് റോഡായിരുന്നു ഇന്നലത്തെ റോഡ്. അപ്പൊ ടാർ റോഡിൽ കൂടെ എങ്ങനെ പോകും കുറെ ദൂരം. ഇനി ഒരു 21 കിലോമീറ്റർ ഈ റോഡിൽ കൂടെയാണ് പോകുന്നത് കേട്ടോ. ഇവിടെ NH81 ബോർഡ് കാണാം. ഇതിൽ വന്നിട്ട് ജയംകൊണ്ടം 13 കിലോമീറ്റർ, തിരുച്ചി 99 കിലോമീറ്റർ ഒക്കെ ഉണ്ട് ബോർഡ് വെച്ചിട്ടുണ്ട്. ഈ റൂട്ടിലാണ് ജയംകൊണ്ടം എന്ന് പറഞ്ഞ സ്ഥലം. ഈ റൂട്ടിൽ ആണ് നമ്മുടെ ഗംഗൈകൊണ്ട ചോളപുരം ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇപ്പൊ ഗംഗൈകൊണ്ട ചോളപുരത്ത് എത്തിയിട്ടുണ്ട്. അതാണ് നേരെ ആ സ്തൂപം കാണാം, ടെമ്പിളിന്റെ സ്തൂപം കാണാം. അവിടെ പാർക്കിംഗ് ഏരിയ ഉണ്ട്, വലിയൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചെറിയ റെസ്റ്റോറൻറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ രസകരമായിട്ടുള്ള സ്ഥലം. ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല അടിപൊളിയാണ്. അവിടെ എപ്പോഴെങ്കിലും ഇതിലേക്കൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് കയറി കാണുക. ഈ തിരുച്ചി ചിദംബരം റൂട്ടിൽ ഈ വഴി കൂടെ വരിക. 2-4 റൂട്ടുണ്ട് തിരുച്ചി ചിദംബരത്തേക്ക് വരാൻ. അതിൽ ഈ റൂട്ടിൽ കൂടെ നമുക്ക് വരികയാണെങ്കിൽ നല്ല റോഡുമാണ്. ഇങ്ങനെ ഇതൊക്കെ കാണാനുമുണ്ട്. ഇതാണ് ഗംഗൈകൊണ്ട ചോളപുരത്തിൻ്റെ ഒരു സ്ഥലം. റോഡിൽ നിന്നുള്ള കാഴ്ചയാണിത്. ഓപ്പൺ ആയിട്ടില്ല എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു 10 മണിയൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഒരു സമയം. എനിക്കറിയില്ല. അതായത് റോഡിൽ കൂടെ പോകുമ്പോൾ ഗംഗൈകൊണ്ട ചോളപുരത്തിൻ്റെ കാഴ്ചയാണിത്. നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഫോട്ടോ എടുക്കാനും. അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ തന്നെ ഒരു അടിപൊളിയാണ് കേട്ടോ കാണാൻ. ഇതാണ് ഈ റൂട്ടിലുള്ള ഒരു ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത്. നമുക്ക് അവിടെ ഇറങ്ങി കുറേ നേരം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. അവിടെ തന്നെ കുറച്ച് ചെറിയ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. അവിടെ തമിഴ്നാടിൻ്റെ ആ ഒരു ഫുഡ് ഒക്കെ കിട്ടും. ലാസ്റ്റ് ടൈം ഞാൻ വന്ന സമയത്ത് അവിടുന്ന് തന്നെ എന്താ പറയുക, കാരക്കുഴമ്പ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് സാധനങ്ങൾ ഫുഡ് ഐറ്റം ഉണ്ട് തമിഴ്നാട്ടിൽ. അത് കഴിച്ചിട്ടുണ്ട്. നല്ല കാരക്കുഴമ്പ്, രസം, ചോറ് ഇതൊക്കെ അവിടുന്ന് കഴിച്ചായിരുന്നു. തമിഴ്നാടിൻ്റെ രസമൊക്കെ നല്ല ടേസ്റ്റാണ്. അതവിടെ ചെറിയ ഈ ലോക്കൽ ഹോട്ടലുകളുണ്ട്, അവിടെ നമുക്ക് കഴിക്കാം. ഈ റൂട്ടിൽ കൂടെ വരികയാണെങ്കിൽ ഒന്ന് കയറുക. നല്ല സ്ഥലമാണ് കേട്ടോ കാണാൻ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഒന്ന് കയറി കാണുക. നമ്മൾ ജയംകൊണ്ട എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയ കുംഭകോണം 28 കിലോമീറ്റർ ആണ്. ദെൻ വൃദ്ധാചലം സ്ട്രൈറ്റ് പോകുന്ന തിരുച്ചി, അങ്ങനെ പല ഡയറക്ഷനിലേക്ക് നമുക്ക് തിരിഞ്ഞു പോകാൻ പറ്റും ഈ ജയംകൊണ്ട എന്ന് പറഞ്ഞ സ്ഥലത്ത്. ജയംകൊണ്ട ടൗണിലേക്ക് പോകുന്നില്ല, നമ്മൾ ബൈപ്പാസിൽ കൂടെയാണ് പോകുന്നത്. ഇതാണ് അതിൻ്റെ ആ സൈഡിൽ കൂടെയുള്ള റോഡിലാണ് പോകുന്നത്. മെയിൻ സിറ്റിയുടെ അകത്തോട്ട് നമ്മൾ ഇറങ്ങുന്നില്ല. ഇവിടെയും 4 ലൈൻ അല്ല, ഈ പഴയ രീതിയിലുള്ള ഹൈവേ ആണ് ഇരിക്കുന്നത്. സിമെന്റ് റോഡാണെന്ന് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ രാത്രിയൊക്കെ ഇവിടെ ഒന്നും വെളിച്ചമൊന്നും വേറെ ലൈറ്റും കാര്യങ്ങളൊന്നും കാണാനില്ല. നമ്മൾ ഇവിടുന്നൊക്കെ പ്രത്യേകിച്ച് നമ്മളവിടെ നിന്നൊക്കെ വരിക, കേരള സൈഡിൽ നിന്നൊക്കെ വരുന്ന വണ്ടികളൊക്കെ നമുക്ക് പരിചയമില്ലാന്നുണ്ടെങ്കിൽ രാത്രി ഇതിലേക്ക് ഓടിക്കായിരിക്കും. കാരണം വേറെ ലൈറ്റോ ഇവിടെ 2 ലൈറ്റുകളൊക്കെ കണ്ടു, ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ പറഞ്ഞ കേരളം എന്നല്ല, പൊതുവെ രാത്രി നമുക്ക് പരിചയമില്ലാത്ത റോഡിൽ ഓടിക്കാതിരിക്കുക. ചില സമയത്ത് അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള സ്ഥലമാണ് ഇതെന്ന് അറിയില്ല, എന്നാലും ഞാൻ പറഞ്ഞത്. കാരണം നമുക്ക് ഇങ്ങനെ ഒഴിഞ്ഞ സ്ഥലമാണ്, വീടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ബൈ റോഡിൽ കൂടെയാണ് പോകുന്നത്. അപ്പം അതൊക്കെ ചില റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പം പകൽ സമയം നമുക്ക് ഓടിക്കാം, ഒരു കുഴപ്പമില്ല. നല്ല റോഡാണ്, നല്ല അടിപൊളി റോഡും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ നമ്മളിപ്പോൾ ജയംകൊണ്ടത്ത് എത്തിയിരിക്കുകയാണ്. തിരുച്ചിയിലേക്കുള്ള യാത്രയിൽ ഒരു ഫ്ലൈ ഓവറിൻ്റെ മുകളിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ കുറേ ദൂരം വരുമ്പോഴേ പല സ്ഥലത്തും കണ്ടൊരു കാഴ്ചയാണ്. ഈ റോഡ് സൈഡിൽ എന്തോ ഒരു സാധനം എന്താ കണ്ടോ, എന്തോ ഒരു ധാന്യം പരിപ്പ് പോലെ എന്തോ ഒരു സംഭവമാണെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ റോഡ് സൈഡിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അത് എന്താണെന്നൊരു പിടിയില്ല എന്താണെന്ന്. റോഡ് സൈഡിൽ ഇങ്ങനെ ഒരു യെല്ലോയിഷ് ആയിട്ടുള്ളൊരു സംഭവം ഇങ്ങനെ ഇട്ടിട്ട് ഉണക്കാനിട്ടേക്ക് നടന്നു തോന്നുന്നു മെയിൻ റോഡിൻ്റെ സൈഡിൽ.
കണ്ടിട്ടുണ്ടായിരുന്നു. മേലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, മേലൂർ നമ്മുടെ ഈ തിരുച്ചി റൂട്ടിൽ തന്നെയുള്ള മേലൂർ, ഇവിടുന്ന് 77 കിലോമീറ്ററാണ് തിരുച്ചി പറയുന്നത്. ചെറിയൊരു ഗ്രാമപ്രദേശമാണെന്ന് തോന്നുന്നു. കുറച്ച് നേരമൊക്കെ ആളില്ലാത്ത സ്ഥലത്ത് കൂടെയൊക്കെ പോയിട്ട് ഗ്രാമപ്രദേശത്ത് അവിടെ ഒരു കല്യാണമൊക്കെ നടക്കുന്നുണ്ട്. ആ സൈഡിൽ ഒരു വീട്ടിൽ ചെണ്ടയൊക്കെ കൊട്ടി ആള് പയ്യനെയും പെണ്ണിനെയൊക്കെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. എൻ്റെ കാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു സൈഡിൽ. അങ്ങനെ മേലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടെ പോവാണ്. ഇതൊരു ചെറിയൊരു പട്ടണമാണ്, കുറേ ആളുകൾ താമസിക്കുന്ന ഒരു പട്ടണം എന്നല്ല, ഒരു ചെറിയൊരു ഗ്രാമപ്രദേശമാണ്. പട്ടണം എന്നല്ല, ഗ്രാമപ്രദേശമാണ് കേട്ടോ. നമ്മളിങ്ങോട്ട് വന്നപ്പോൾ അവിടെ ടോൾ ബൂത്ത് കണ്ടു. ടോൾ ബൂത്ത് ഇവിടെ ഒരു സൈഡിലേക്ക് 75 രൂപ, അങ്ങോട്ടും ഇങ്ങോട്ടും 110 രൂപ. അത്യാവശ്യം റേറ്റ് കുറവാണെന്ന് പറയാം. തമിഴ്നാട്ടിൽ ഇങ്ങനെ 75 രൂപയുടെ ടോളൊന്നും കാണാനില്ല. മിക്കവാറും എല്ലാ സ്ഥലത്തും 100, 125, 150 ഒക്കെയാണ്. നമ്മളൊരു ടോൾ ബൂത്തിൽ എത്തിയിട്ടുണ്ട്. ഇതാ മനങ്ങാട്ടി ടോൾ പ്ലാസ, നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ടോളാണ്. അപ്പോൾ നിങ്ങൾ 3000 രൂപയുടെ ഫാസ്ടാഗാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ടോളിൽ ഒരു 200 ടോളിനകത്ത് ഇത് കവർ ചെയ്ത് വരും. ചാർജ് ഇല്ല. അല്ലെങ്കിൽ ഇവിടുന്ന് 75 രൂപ കൊടുത്ത് പോകേണ്ടി വരും. ഇവിടുന്ന് തിരിച്ച് 77 കിലോമീറ്റർ, പെരുമ്പാലൂർ 42 കിലോമീറ്റർ റൈറ്റ് സൈഡിലേക്ക്. തിരുച്ചിയിലേക്ക് 77 കിലോമീറ്റർ എന്ന് കാണിക്കുന്നു. മാപ്പിൽ കാണിക്കുന്ന 67 ആണ്. അല്ലെങ്കിൽ ഒന്ന് അതിൻ്റെ ഒരു എൻട്രി പോയിന്റ് ആയിരിക്കും ഇത് മാപ്പിൽ കാണിക്കുന്നത്. അതിൻ്റെ തിരുച്ചിയിൽ തന്നെ 2-3 ശ്രീരംഗം വരുന്ന ഏരിയ ഉണ്ട്. അതിനപ്പുറത്ത് തിരുച്ചി റെയിൽവേ സ്റ്റേഷൻ്റെ ഏരിയ ഉണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ആയിരിക്കും ഇതിലൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 10 കിലോമീറ്റർ വ്യത്യാസമുണ്ട് മാപ്പും ഈ വെച്ചേക്കുന്ന ബോർഡും തമ്മിൽ. നമ്മളത് എക്സ്പ്രസ് ഹൈവേ കൂടെ തന്നെ ഫ്രണ്ടിലേക്ക് പോകുന്ന ഒരു വലിയ പാലം ഫ്രണ്ടിൽ വലിയൊരു പാലം കാണാം. 61 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ലെഫ്റ്റ് തിരിയാനാണ് പറയുന്നത്. നമ്മളിനി ഒരു 55 കിലോമീറ്റർ തിരുച്ചിയിലോട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ എത്തിയപ്പോഴും നമ്മളെല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നമ്മൾ 4 ലൈൻ എക്സ്പ്രസ് ഹൈവേയിലേക്ക്, ഇതുവരെ സാധാരണ ഹൈവേ കൂടെ വന്നിട്ട് അതുകൊണ്ട് ഈ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ 4 ലൈൻ എക്സ്പ്രസ് ഹൈവേയിലേക്ക് കയറി നല്ല അടിപൊളി റോഡിലേക്ക് എത്തിയിരിക്കുകയാണ്. NH81 ഇനി ഒരു 54 കിലോമീറ്റർ നല്ല റോഡാട്ടോ. ഇങ്ങനത്തെ ഹൈവേ ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല ലുക്കിൽ ചെയ്തേക്കുന്ന ഹൈവേ ആണ് എത്തിയിരിക്കുന്നത്. ഇനി തിരിച്ചു വരെ ഈ റൂട്ടാണ് എന്നാണ് മാപ്പിൽ കാണിക്കുന്നത്. ഈ 4 ലൈൻ ഹൈവേ ആണ്. പക്ഷെ ഇതിവിടെ വന്ന് തീരുകയാണ്. ഇവിടുന്ന് അങ്ങോട്ടുള്ളത് സിംഗിൾ ലൈനാണ്, പഴയ ടൈപ്പ് ഹൈവേ ആണ്. ഇത് കൊള്ളാം, നല്ല രസമുണ്ട്. ഇതാണ്ട് ഫ്രണ്ടിൽ സ്പീഡൊക്കെ ചെക്ക് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ തന്നെ അവിടെ കാണാം. നമ്മുടെ വണ്ടിയുടെ സ്പീഡൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പം 51 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത്. അതൊക്കെ കാണിക്കുന്നുണ്ട്. ബോർഡ്, നെയിം ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല ഹൈവേ ആണ്, അടിപൊളി. വലിയ തിരക്കൊന്നുമില്ല. കുറച്ച് വണ്ടികളൊക്കെ പോകുന്നുണ്ട്. കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന ആ ജംഗ്ഷനിൽ വെച്ച് കുറേ കുട്ടികൾ എനിക്ക് ഒരു 9 മണിക്ക് 9:30 കാണുന്നുണ്ട് സ്കൂളിൽ. കുട്ടികളൊക്കെ പോകുന്നു സ്കൂളിലോട്ട്. അത് കാണാം. അടുത്തപ്പോൾ തഞ്ചാവൂര്, അവിടുന്ന് ലെഫ്റ്റിലോട്ട് തഞ്ചാവൂരിലോട്ടാണ് പോകുന്നത്. സ്ട്രൈറ്റ് തിരിച്ച് 54, കോയമ്പത്തൂർ 260 കിലോമീറ്റർ ഇവിടെ കാണിച്ചായിരുന്നു. ഇവിടോട്ട് വന്നപ്പോഴേ ഇത് 6 ലൈനായിട്ട് മാറി കേട്ടോ എക്സ്പ്രസ് ഹൈവേ. ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച അടിപൊളി ഹൈവേ ആണ്. ഇതിൻ്റെ സൈഡിൽ സിമെന്റ് ഫാക്ടറികളാണ് തോന്നുന്നത്. ദൂരെയൊക്കെ കുറേ ഫാക്ടറികൾ കാണുന്നുണ്ട്. സിമെന്റ് ഫാക്ടറി ആണെന്നാണ് തോന്നുന്നത്. ഇപ്പൊ 6 വരി ഹൈവേ ആണ് കേട്ടോ. നേരെ കണ്ടോ സിമെന്റ് ഫാക്ടറി കാണുന്നത്. ഏതോ വലിയ ഏത് കമ്പനിയാണെന്ന് അറിയത്തില്ല. നമുക്കിങ്ങനെ നേരെ കാണാം. സോ നമ്മളെ അവിടെ വരെ ചെറിയ റോഡായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇപ്പൊ കണ്ടോ 6 വരി പാതയിലെത്തി. 4 വരിയായിരുന്നു കുറച്ച് ദൂരം. അത് കഴിഞ്ഞ് 6 വരി പാതയിലോട്ടെത്തി. ഇവിടെയൊക്കെ ലാൻഡ് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വിൽക്കാനിട്ടുണ്ട്. ഹൗസിംഗ് പ്ലോട്ടാണ്. നല്ല രസമുണ്ട്. ഈ സൈഡിൽ തെങ്ങുകൾ ഇഷ്ടം പോലെ ഉണ്ട്.
37 കിലോമീറ്ററാണ് തിരിച്ച് കാണിക്കുന്നത് കല്ലാങ്കുടി ടോൾ പ്ലാസയിൽ നിന്ന്. ആനുവൽ പാസിന്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. 200 ടോള്, 3000 രൂപ അടയ്ക്കാം. നമ്മള് ടോൾ റോഡ് എൻഡ് ചെയ്ത് സർവീസ് റോഡിലേക്ക് ഇറങ്ങുകയാണ്. നമ്മൾ തിരുച്ചിയിൽ ഓൾമോസ്റ്റ് എത്തിയിരിക്കുകയാണ്. ഏകദേശം 2 മണിക്കൂറോളമുള്ള യാത്ര ആയിരുന്നു. 2 മണിക്കൂർ യാത്ര ചെയ്ത് ചിദംബരത്ത് നിന്ന് നമ്മൾ തിരിച്ച് എത്തിയിരിക്കുകയാണ്. ഈ നമ്മൾ നേരെ ഇറങ്ങുന്നത് ചെന്നൈയിൽ നിന്ന് വരുന്ന നാഷണൽ ഹൈവേയിലേക്ക് എത്തിച്ചേരാൻ പോവാണ്. തിരുച്ചി ചിദംബരം എക്സ്പ്രസ് ഹൈവേ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ പോയിന്റ് ഈ സ്റ്റാർട്ടിംഗ് പോയിന്റാണ്. ആ ഒരു പോയിന്റിലേക്ക് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പം തിരിച്ചു പോകാൻ ചിദംബരം വരെയുള്ള ഒരു യാത്രയുടെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. നമ്മളിപ്പം എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ മെയിൻ തിരുച്ചി ചെന്നൈ എക്സ്പ്രസ് ഹൈവേയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. സീ യു. ആണോ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ അങ്ങോട്ട് കയറി പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ്. അങ്ങനെ റൗണ്ട് സർക്കിളായിട്ട് അടിച്ചാണ് കയറി പോകുന്നത്. അങ്ങോട്ട് പോകുന്ന സമയത്ത് തിരിച്ചു വരുമ്പോൾ നേരെ ഹൈവേയിൽ വന്ന് ഇറങ്ങുക ചെയ്യുന്നത് കേട്ടോ.